എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 21, 22 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 2ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്ര വൃത്തവുമാണ് വരണത്. നമുക്ക് ആദ്യം 21ാമത്തെ ശ്ലോകം നോക്കാം. തസ്മിൻ പരിത്രാതരിഭൂതധാത്ര്യാഃ സ്വപ്നേപി നൈകശ്ചകമേന്യദാരാൻ ജഹാരഖേലന്നപി നാന്യദീയം ന വിസ്മരന്നപ്യനൃതം ബഭാഷേ. നമുക്ക് പദച്ഛേദം നോക്കാം. തസ്മിൻ പരിത്രാതരി ഭൂതധാത്ര്യാഃ സ്വപ്നേ അപി ന ഏക ചകമേ അന്യദാരാൻ ജഹാര ഖേലൻ അപി ന അന്യദീയം ന വിസ്മരൻ അപി അനൃതം ബഭാഷേ. സംസ്കൃത ശ്ലോകത്തിൽ നൈകശ്ചകമേന്യദാശൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്യദാരാനാണ്. അന്യദാരങ്ങളെ എന്ന് വെച്ചാൽ മറ്റൊരാളുടെ ഭാര്യയെ എന്നർത്ഥം. അവിടെയും ചെറിയ എഴുതിയ അക്ഷരങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്, ടൈപ്പ് ചെയ്തത് തെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പറയണത് ഇതാണ്: ശ്രീകൃഷ്ണൻ രാജ്യത്തിൻ്റെ അധികാരം കയ്യാളിയപ്പോഴേക്കും വലിയ വലിയ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചത്. അതാണ് പറയണത്. ഭൂതധാത്ര്യാഃ പരിത്രാതരി തസ്മിൻ. ഭൂതധാത്രി എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവൻ എടുത്തവരെല്ലാവരും തന്നെ ഭൂതങ്ങൾ, ഇവിടെ ഭവിച്ചവരൊക്കെ തന്നെ, അതാണ് ഭൂതങ്ങൾ. അവരുടെ ധാത്രി എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ വളർത്തമ്മ ഭൂമിയാണ്. എല്ലാവർക്കും ജന്മം കൊടുത്ത ഒരു അമ്മയുണ്ട്, അവരെയൊക്കെ പരിപാലിക്കുന്ന വേറൊരമ്മയുണ്ട്. ആ അമ്മയാണ് ഭൂമി. അതുകൊണ്ട് ഭൂമിയെ ഭൂതധാത്രി എന്ന് വിളിക്കാറുണ്ട്. ഭൂതധാത്രിയുടെ ചുമതല പരിത്രാതാവായിട്ട്, ആ ഭൂമിയുടെ സംരക്ഷകനായിട്ട്, രാജ്യത്തിൻ്റെ സംരക്ഷകനായിട്ട് തസ്മിൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ വന്നതോടെ, തസ്മിൻ സതി, ആ ഭൂമിയുടെ, ആ പ്രജകളുടെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പരിത്രാതാവായിട്ട്, സംരക്ഷകനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നതോടുകൂടിയിട്ട് ഏക സ്വപ്നേ അഭി അന്യദാരാൻ ന ചകമേ. ഒരാൾ പോലും സ്വപ്നേ അഭി, സ്വപ്നത്തിൽ പോലും അന്യദാരാൻ ന ചകമേ, അന്യദാരങ്ങളെ ആഗ്രഹിച്ചില്ല. അന്യദാരങ്ങൾ എന്ന് പറയുമ്പോൾ ദാരങ്ങൾ എന്ന് എപ്പോഴും ബഹുവചനത്തിലാണ് പറയുക. മറ്റുള്ള ആൾക്കാരുടെ ഭാര്യമാർ, അതായത് പരസ്ത്രീകൾ, വേറൊരാളുടെ ഭാര്യ, അവരെ അമ്മയായിട്ട് കണക്കാക്കാവൂ എന്നാണ് പറയുക. പരസ്ത്രീകളെ, പരപുരുഷൻ്റെ ഭാര്യമാരായിട്ടുള്ള സ്ത്രീകളെ അമ്മമാരായിട്ട് വേണം കണക്കാക്കാൻ. അല്ലെങ്കിൽ ജ്യേഷ്ഠപത്നിയായിട്ട്, ജ്യേഷ്ഠത്തി അമ്മയായിട്ട്, അങ്ങനെയാണ് കാണേണ്ടതെന്ന് മേഘസന്ദേശത്തിലൊക്കെ പറയുന്നുണ്ട്. മേഘത്തിനോട് യക്ഷൻ പറയാണ്: താം ച അവശ്യം ദിവസഗണന തത്പരാ മേഘപത്നീം അവ്യാപന്നാമവിഹതഗതിർദ്രക്ഷ്യസി ഭ്രാതൃജായാം. ആ ഭ്രാതൃജായയെ, സഹോദരപത്നിയെ നീ അവിടെ ചെല്ലുമ്പോൾ കാണും, ഏട്ടത്തിയമ്മയെ കാണും എന്നാണ് പറയണത്. ഈ മധുരാപുരിയിലൊരവസ്ഥയാണ് ഇവിടെ പറയണത്. ഒരാളെ പോലും, വേറെ ഒരു സ്ത്രീയെ പോലും സ്വപ്നത്തിൽ പോലും കാണാറില്ല. വേറൊരാളുടെ ഭാര്യയെ, അന്യദാരങ്ങളെ. ദാരങ്ങൾ എന്നുള്ളത് സംസ്കൃതത്തിലെ ബഹുവചനം, നിത്യബഹുവചന പുല്ലിംഗ പദമാണ്. ദാരാഹ എന്നേ പറയുള്ളൂ. ദാരഹ എന്ന് ഏകവചനത്തിൽ പറയാത്ത ഒരു വാക്ക് പുല്ലിംഗത്തിൽ മാത്രമുള്ളതായിട്ടുള്ള പ്രയോഗം. അങ്ങനെ ഭാര്യ എന്നുള്ള വാക്കിന് 3 ലിംഗങ്ങളിലും വാക്കുകളുണ്ടെന്നാണ് പറയുക, പര്യായങ്ങൾ. ഭാര്യ, പത്നി എന്നുള്ളതൊക്കെ സ്ത്രീലിംഗത്തിൽ, ദാരാഹ എന്നുള്ളത് പുല്ലിംഗത്തിൽ, കളത്രം എന്നുള്ളത് നപുംസകലിംഗത്തിലും വരാറുണ്ട്. അങ്ങനെ ഭാര്യ എന്നുള്ള വാക്ക് സ്ത്രീലിംഗമാണെങ്കിലും അതിനെ ഭാഷയിൽ പ്രയോഗിക്കുമ്പോൾ ഈ 3 ലിംഗങ്ങളിലും വാക്കുകളുള്ള, അങ്ങനെ സംസ്കൃതത്തിൽ അങ്ങനെ വാക്കുകളുണ്ട്. അതൊക്കെ വളരെ ചുരുക്കം ചില പ്രത്യേക ലിംഗങ്ങളിൽ മാത്രം നിൽക്കുന്നവയ്ക്ക് മറ്റ് ലിംഗങ്ങളിലേക്കുള്ളൊരു വ്യാപനം വരുന്നൊരു സ്വഭാവമാണ്. ഭാഷയുടെ ഒരു
വ്യാപ്തിയാണത് കാണിക്കുന്നത്. മറ്റ് ഭാഷകളിലൊന്നും ഇല്ലാത്തതായിട്ടുള്ള സവിശേഷതയാണത്. അങ്ങനെ അന്യതാരങ്ങളെ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എന്നാൽ ചകമേ കാമിച്ചില്ല എന്നർത്ഥം. മനുഷ്യരുടെ സ്വഭാവം വെച്ച് അങ്ങനെയൊന്നുമല്ല. സ്വപ്നത്തിലൊക്കെ വേണമെങ്കിൽ കാണാലോ, ഉറക്കത്തിൽ വേണമെങ്കിൽ കാണാലോ, അതൊന്നും ചെയ്യാറില്ല. അതൊന്നും ഒരാൾക്കും വേണം എന്ന് തന്നെ തോന്നിയിട്ടില്ല ശ്രീകൃഷ്ണൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം. ഇനി ഖേലൻ നബി അന്യദീയം നജഹാര. കളിക്ക് പോലും തമാശയായിട്ട് പോലും ആരും വേറൊരാളുടെ മുതൽ എടുത്തില്ല. കളിയുടെ ഇടയ്ക്ക് വേണമെങ്കിൽ കട്ടെടുക്കണ പോലെ കാണിക്കുകയെ കളിയിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് പലരും. അതും ഉണ്ടായില്ല, അതും ആരും ചെയ്തില്ല. അതാണ് ഖേലൻ നബി. കളികളിൽ പോലും അന്യദീയം ന ജഹാര. വേറൊരാളുടെ മുതൽ വേണ്ട. സാധാരണഗതിയിൽ എപ്പോഴാണ് ഇങ്ങനെ വേണം എന്ന് തോന്നുക? അവരവർക്കില്ലാതെ വരിക, വേറൊരാൾക്ക് ഉണ്ടാവുക. അപ്പോഴാണല്ലോ ഈ കക്കാനുള്ള ഒരു തോന്നലുണ്ടാവുക, ഒരു ടെൻഡൻസി ഉണ്ടാവുക. വേറൊരാൾക്ക് ഉണ്ടാവുക, തനിക്കില്ലാതെ വരിക. ഇവിടെ അങ്ങനെയില്ല, എല്ലാവർക്കും എല്ലാം ഉണ്ട്, പിന്നെന്തിനാ കക്കാൻ പോണേ? അതാണ് ഖേല നബി. കളിയായിട്ട് പോലും വേറൊരാളുടെ സാധനവും മറ്റൊരാൾ എടുത്തില്ല. വിസ്മരൻ നബി അനൃതം നബഭാഷേ. മറന്നിട്ട് സത്യം പറയേണ്ട സമയമാണ്, അല്ലെങ്കിൽ ഒരു കളിയായിട്ടെങ്കിലും നുണ പറയാം, അതും ആരും വിചാരിച്ചില്ല. അതാണ് വിസ്മരൻ നബി. ആരും അഭി എന്ന് പറയണത് അങ്ങനെയൊക്കെ ആയിട്ടും മറക്കുകയും കൂടി ഉണ്ടായില്ല. അതായത് നുണ പറയണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതായത് വേറൊരു പെൺകുട്ടിയെ കാമിച്ചില്ല, വേറൊരാളുടെ സ്വത്ത് തട്ടിയെടുക്കണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇനി അതുമാത്രമല്ല, നുണ പറയണം എന്നുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് എന്നാൽ നുണ പറയാം എന്ന് പോലും ആരും വിചാരിച്ചില്ല. എല്ലാം അവിടെ കൃത്യമായിട്ട് തന്നെയാണ് നടന്നിരുന്നത്. ഭഗവാന്റെ ഭരണം വന്നതോടു കൂടിയിട്ട് വളരെ മാറ്റങ്ങൾ സംഭവിച്ചു മധുരയിൽ. മറ്റത് കംസനെ പോലെ ഒരു വലിയ കള്ളനാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ പല അനീതികളും പല ദുഷിച്ച ആചാരങ്ങളും നടപ്പിൽ വന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, എല്ലാവരും നന്നായി. അതാണ് യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നത്. രാജാവ് നന്നായാൽ പ്രജകളും നന്നാവും. എല്ലാ കാലത്തേക്കും വ്യാപകമായിട്ടുള്ള ഒരു വാക്യമാണത്. അങ്ങനെ ഭഗവാന്റെ ഭരണം വന്നതോടു കൂടിയിട്ട് എല്ലാം നന്നായി, എല്ലാവരും നന്നായി. കക്കാനും നുണ പറയാനും അതുപോലെ മറ്റ് സ്ത്രീകളെ അപഹരിക്കാനും ഒക്കെയുള്ളതായ ചിന്തകൾ, അതിനുള്ള ത്വരകളൊക്കെ എല്ലാവരും നിർത്തലാക്കി. അതൊന്നും അവർക്കും വേണ്ടി വന്നില്ല എന്നർത്ഥം. ഇനി അതുകൊണ്ട് മാത്രമായില്ലല്ലോ, എല്ലാവരും സമ്പന്നരാവണം. ആ സമ്പന്നതയെ പറ്റിയിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 22-ാമത്തെ ശ്ലോകം നോക്കൂ. ഹിരണ്യധാരാമുചി കൃഷ്ണമേഘേ ജനം ദരിദ്രം ക്വചിദപ്യവിന്ദൻ പരം തടാകാദിവിധി പ്രസംഗൈശ്ചകാര ലോകശ്ചരിതാർത്ഥമർത്ഥം. നമുക്ക് പദച്ഛേദം പറയാം. ഹിരണ്യധാരാമുചി കൃഷ്ണമേഘേ ജനം ദരിദ്രം ക്വചിത് അപി അവിന്ദൻ പരം തടാകാദിവിധി പ്രസംഗൈഃ ചകാര ലോക ചരിതാർത്ഥം അർത്ഥം. ഇവിടെയും ശ്ലോകത്തിൽ ചരിതാർത്ഥം ആർത്ഥം എന്ന് വന്നിട്ടുണ്ട്. ആർത്ഥം എന്ന് പറയേണ്ട കാര്യമില്ല, അർത്ഥം എന്ന് പറഞ്ഞാലും മതി. ഇവിടെ കൃഷ്ണനെ ഒരു മേഘമായിട്ട് കൽപ്പിക്കുകയാണ് കവി. അതാണ് കൃഷ്ണമേഘേ. കൃഷ്ണൻ എന്നുള്ള മേഘം രൂപകാലങ്കാരം. കൃഷ്ണൻ തന്നെയാണ് മേഘം. ആ കൃഷ്ണൻ എന്നു പേരുള്ള മേഘം ഹിരണ്യധാരാമുചി. ഹിരണ്യധാരാമുഖ് എന്നാണ് വാക്ക്. അതിൻ്റെ സപ്തമി ഏകവചനാണ് ഹിരണ്യധാരാമുചി. ഹിരണ്യധാര മോചിപ്പിക്കുന്നവനായ ആ കൃഷ്ണമേഘം വന്നപ്പോൾ, അതായത് കൃഷ്ണൻ എന്നു പേരുള്ള മേഘം ഹിരണ്യം എന്ന് പറഞ്ഞ, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്, സ്വർണം എന്ന് പറഞ്ഞ മഴയാണ് പെയ്യാൻ തുടങ്ങിയത്. വേണ്ടോളം ധനം എല്ലാ രാജ്യങ്ങൾക്കും കൊടുത്ത് അവരെയൊക്കെ സമ്പന്നരാക്കി എന്നർത്ഥം. അതാണ് കൃഷ്ണമേഘേ ഹിരണ്യധാരാമുചി. ഹിരണ്യധാര പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ സതിസപ്തമി ലോക ജനങ്ങൾ, ലോകം പ്രജകൾ, ക്വചിദപി ഒരിക്കൽ പോലും, ദരിദ്രം ജനം അവിന്ദൻ ദാരിദ്ര്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞില്ല. അതായത് ലോകത്തിൽ ദരിദ്രജനങ്ങൾ ഉണ്ടായിരുന്നില്ല. ലോകത്തിന് എന്താണ് ദാരിദ്ര്യം എന്നുള്ളത് മനസ്സിലായില്ല. കൃഷ്ണനാണ് രാജ്യം ഭരിക്കണതെന്ന് വന്നതോട് കൂടിയിട്ട് ദാരിദ്ര്യം എന്നേക്കുമായിട്ട്
മാറിപ്പോയി എന്നർത്ഥം. അതാണ് ക്വചിദപി ദരിദ്രം ജനം അവിന്ദൻ. ലോകം ദരിദ്രനായ ഒരുവനെ പോലും അറിയാത്തൊരവസ്ഥയിലേക്കായി അങ്ങനെ മാറിപ്പോയി. അത് അപ്പോൾ അവിടെ വലിയൊരു അതിശയോക്തി ചേർത്തിട്ടൊക്കെയാണ് പറയണത്. അതായത് ഈ മഴയായിട്ടാണ് സ്വർണം പ്രവഹിച്ചിരുന്നത്. അപ്പോൾ മഴയില്ലാത്ത കാലമുണ്ടല്ലോ, അപ്പോൾ പിന്നെ എവിടെ നിന്നായിരുന്നു മഴ മാറിയപ്പോൾ പിന്നെ ജനങ്ങൾക്ക് എവിടെ നിന്നാണ് സ്വർണം കിട്ടിയത് എന്നുള്ളതിന് അവിടെ പറയാണ്, തടാകാദി വിധിപ്രസംഗൈഹി പരം ചരിതാർത്ഥം അർത്ഥം ചകാര. തടാകം പോലെയുള്ളത് ഉണ്ടാക്കിയിട്ട്, തടാകാദി വിധിപ്രസംഗൈഹി, തടാകം ആദി എന്നുള്ളത് കൊണ്ട് കുളം അല്ലെങ്കിൽ പുഴ അല്ലെങ്കിൽ ചാലുകൾ അങ്ങനെയൊക്കെയുള്ളത് ഉണ്ടാക്കിയിട്ട്, ചിറകളൊക്കെ ഉണ്ടാക്കിയിട്ട്, അതാണ് തടാകാദി വിധിപ്രസംഗൈഹി പരം ചരിതാർത്ഥം അർത്ഥം ചകാര. പരം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പര്യാപ്തമായിട്ടുള്ള, ചരിതാർത്ഥം അർത്ഥം ഏറ്റവും ആവശ്യമുള്ളതായ അർത്ഥം, അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം, ജീവിക്കാൻ വേണ്ട ചുറ്റുപാട്, അത് ഉണ്ടാക്കിയെടുത്തു. അതായത് സാധാരണ വെള്ളം അങ്ങനെയല്ലേ, വെള്ളം ഉപയോഗിക്കുമ്പോൾ മഴയിൽ നിന്ന് കുറേ വെള്ളം കിട്ടും. അത് കഴിഞ്ഞാൽ മഴ നിൽക്കുമ്പോൾ പിന്നെ തടാകങ്ങളിലും കുളങ്ങളിലും പുഴകളിലും ഒക്കെ പോയിട്ട് എങ്ങനെയാണോ ജനങ്ങൾ വെള്ളമെടുക്കുന്നത്, അതുപോലെ ശ്രീകൃഷ്ണൻ സ്വർണം മഴയായിട്ട് പെയ്യുന്നത് നിന്നപ്പോൾ പിന്നെ കുളങ്ങളിലും തടാകങ്ങളിലും ഒക്കെ പോയി എടുത്തുകൊണ്ട് അങ്ങനെ ജീവിച്ചു എന്ന്. ഇവിടെ പറയണത് എന്താണെന്നുള്ളത് വലിയൊരു വ്യംഗ്യമാണ് പറയണത്. ഒരിക്കലും ഒരു ദിക്കിലും മഴയായിട്ട് സ്വർണം പെയ്യാറില്ല. ഇനി കഥകളിലൊക്കെ വന്നു എങ്കിലും അത് ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ ശങ്കരാചാര്യർ സ്തുതിച്ചിട്ട് ഭഗവതി അനുവദിച്ചു, ശങ്കരാചാര്യർ കനകധാരാ സ്തോത്രം ചൊല്ലിയപ്പോൾ ആ ഒരു ഗൃഹത്തിൽ സ്വർണ്ണമഴ പെയ്തു എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒരു രാജ്യത്തിൽ സ്വർണ്ണമഴ പെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ് സ്വർണ്ണമഴ പെയ്തു എന്ന് പറയണത്? സ്വർണം വിളയുന്ന വിധത്തിൽ മണ്ണ് മാറ്റി മറിച്ചു, മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കി. മണ്ണ് ഫലപുഷ്ടിയുള്ളതാവണമെങ്കിൽ അവിടെ ആൾക്കാർ പണിയെടുക്കണം. ആൾക്കാർ പണിയെടുക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള നേട്ടങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ പണിയെടുക്കാൻ പ്രേരകമായിട്ടുള്ള ധനസ്ഥിതി ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരവസ്ഥ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയണത്. അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു അലങ്കാരങ്ങൾ, രൂപകാലങ്കാരവും അതുപോലെ തന്നെ അതിശയോക്തി അലങ്കാരങ്ങളെ കൊണ്ട് കവി പറയാണ്, മഴയായിട്ട് പെയ്തതൊക്കെ സ്വർണ്ണമായിരുന്നു എന്ന്. സ്വർണ്ണമായിട്ട് പെയ്താൽ പിന്നെ എന്താ ഉണ്ടാവുക? വെള്ളം എങ്ങനെയാണ് പെയ്യണത്, അതുപോലെ തന്നെ മഴ നിന്നാൽ തടാകങ്ങളിലൊക്കെ കെട്ടിക്കിടക്കണത് ഈ സ്വർണ്ണമായിരിക്കുമല്ലോ. അപ്പോൾ മഴ തീർന്ന സമയത്ത് അല്ലെങ്കിൽ മഴയില്ലാത്ത കാലത്ത് ജനങ്ങളൊക്കെ തടാകത്തിൽ നിന്നും പുഴയിൽ നിന്നും കുളങ്ങളിൽ നിന്നുമൊക്കെ സ്വർണം കോരി എടുത്തുകൊണ്ട് പോയി എന്ന്. വെള്ളം കൊണ്ടുപോണ പോലെ തന്നെ ഇവിടെ നടക്കണ കാര്യമല്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞു. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൾ, ഉപാധികൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അവരെ ചരിതാർത്ഥന്മാരാക്കി. എല്ലാ പദ്ധതികൾക്കും നല്ല സഹകരണമുണ്ടായി. രാജാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ശക്തി അതാണ്. ജനങ്ങൾ രാജാവിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യം അല്ലെങ്കിൽ രാജാവ് നിൽക്കണം. അങ്ങനെ ആയാലേ തിരിച്ചിങ്ങോട്ട് ഉണ്ടാവുള്ളൂ. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ, രണ്ടും വേണം, കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണൻ ജനങ്ങളെ നല്ലവണ്ണം സഹായിച്ചു. അതേപോലെ തന്നെ ജനങ്ങൾ തിരിച്ചും കൃഷി ചെയ്തിട്ടും വ്യാപാരങ്ങൾ ചെയ്തിട്ടും എല്ലാവരും സമ്പന്നരായി. അപ്പോൾ എല്ലാവർക്കും വേണ്ടുവോളം ധനം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് പറയണത്. ശ്രീകൃഷ്ണൻ മഴ പെയ്യിച്ചുവെന്നും തടാകങ്ങളിലും കുളങ്ങളിലും ഒക്കെ സ്വർണം കൊണ്ട് നിറച്ചു എന്നുള്ളതിൻ്റെയൊക്കെ അർത്ഥം ഇതാണ്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്മിൻ പരിത്രാതരിഭൂതധാത്ര്യാ സ്വപ്നേപി നൈകശ്ചകമേന്യദാരാൻ ജഹാരഖേലന്നപി നാന്യദീയം ന വിസ്മരന്നപ്യനൃതം ബഭാഷേ ഹിരണ്യധാരാമുചി കൃഷ്ണമേഘേ ജനം ദരിദ്രം ക്വചിദപ്യവിന്ദൻ പരം തടാകാദിവിധിപ്രസംഗൈശ്ചകാരലോകശ്ചരിതാർത്ഥമർത്ഥം. അങ്ങനെ സമ്പദ് സമൃദ്ധമായി മധുര എന്ന് വർണ്ണിക്കുകയാണ് ചെയ്യണത്. ചില ഭക്തന്മാർക്ക് ശ്രീകൃഷ്ണൻ സ്വർണം പെയ്തു കൊടുത്തു എന്ന് പറയുന്നത് തന്നെയാണ് വിശ്വാസം അല്ലെങ്കിൽ സന്തോഷമെങ്കിൽ അങ്ങനെ എടുക്കാം. ഏതായാലും ലോകത്ത് നടക്കണ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാവും. ജനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് അവരെ
കർമ്മോന്മുഖരാക്കുക, എന്നാലേ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ ഓരോന്ന് കൊടുക്കാൻ തുടങ്ങിയാൽ ജനങ്ങൾ പിന്നെയും മടിയന്മാരാവുകയുള്ളൂ. അപ്പോൾ കർമ്മത്തിൽ കൂടെ സമ്പന്നരാക്കുക എന്നുള്ളതാണ് ഭഗവാൻ അവിടെയൊക്കെ ചെയ്തത്. വലിയൊരു രാജ്യതന്ത്രമാണിത്. ഇതാണ് രാജാക്കന്മാർ ചെയ്യേണ്ടത്. അങ്ങനെ ജനങ്ങളെ ഒക്കെ തനിക്ക് അഭിമുഖമാക്കി, തനിക്ക് അനുകൂലമാക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഭരണത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.